ഹലോ എവ്രി വൺ, നിങ്ങൾക്കറിയോ ഫിനാൻഷ്യൽ ഇയർ 2022 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ഏകദേശം 11,658 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട നഷ്ടം ഇങ്ങനെയാണ്. ഫിനാൻഷ്യൽ ഇയർ 2019 മുതൽ 20 വരെ 4,770 കോടി രൂപ, ഫിനാൻഷ്യൽ ഇയർ 2020 മുതൽ 21 വരെ 12,479 കോടി രൂപ, ഫിനാൻഷ്യൽ ഇയർ 2021 മുതൽ 22 വരെ 11,658 കോടി രൂപ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 2010 മുതൽ 2022 വരെയുള്ള ലോകമെമ്പാടെയുള്ള എയർലൈൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. മിക്ക എക്കണോമീസ് എല്ലാം തന്നെ വലിയ നഷ്ടമാണ് നേരിട്ടത് എന്നതിൽ കാണാൻ പറ്റും. ഈ നഷ്ടങ്ങൾ മാത്രമല്ല, 90കളിൽ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, ദമാനിയ എയർവേസ്, പിന്നെ ഈ അടുത്ത് കിങ്ഫിഷർ എയർലൈൻസ്, ജെറ്റ് എയർവേസ് തുടങ്ങിയ പരാജയപ്പെട്ട എയർലൈനുകളുടെ ചരിത്രം നമുക്ക് കുറച്ചധികം ഉണ്ട്. ആദ്യത്തെ 2 പേരുകൾ കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കിങ്ഫിഷർ എയർലൈൻസിന്റെയും ജെറ്റ് എയർവേസിന്റെയും പേരുകൾ തീർച്ചയായും കേട്ട് കാണും അല്ലെ. എയർലൈൻസ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലൈറ്റ് ടിക്കറ്റുകളാണെങ്കിൽ വളരെ ചെലവേറിയതുമാണ്. എന്നിട്ടും ഈ ബിസിനസ് എങ്ങനെയാണ് ഇത്ര നഷ്ടം നേടുന്നത്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എയർലൈൻസ് ഇൻഡസ്ട്രി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതിൽ പേര് കേട്ട ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയത് എങ്ങനെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി എയർലൈൻ ഇൻഡസ്ട്രിയുടെ സങ്കീർണമായ ലോകത്തിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ടൈറ്റ് ചെയ്ത് റെഡി ആയിക്കോളൂ. മിക്ക എയർലൈൻ കമ്പനികളും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിനുള്ള കാരണം തേടിയിട്ടുള്ള യാത്ര നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ഓർപ്പിക്കുകയാണ്. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റുകൾ ഓരോ ദിവസവും പല വീഡിയോകളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി നൗ. എയർലൈൻ ഇൻഡസ്ട്രിയുടെ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ലൈറ്റായിട്ട് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻഡസ്ട്രികളിൽ ഒന്നാണ്. 2024 ഇത് ആഗോളതലത്തിൽ 3rd ലാർജസ്റ്റ് ഏവിയേഷൻ മാർക്കറ്റ് ആയിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2021 105 മില്യണിൽ നിന്ന് 58% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 2022 ഇന്ത്യക്ക് ഏകദേശം 189 മില്യൺ പാസഞ്ചർ വോളിയം ഉണ്ടായിരുന്നു. അതിൽ 166 മില്യണിലധികം ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ആയിരുന്നു. 2010 79 മില്യൺ ആളുകളാണ് ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തോ ആയിട്ട് യാത്ര ചെയ്തത്. 2017 ആയപ്പോഴേക്കും ഇത് ഇരട്ടിയായി 158 മില്യണിലേക്ക് എത്തി. 2037 ഇത് 520 മില്യണിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് 92 ഡൊമസ്റ്റിക്, 29 ഇന്റർനാഷണൽ, പിന്നെ 10 കസ്റ്റം എയർപോർട്ടുകൾ ഉൾപ്പെടെ 131 ഓപ്പറേഷണൽ എയർപോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ ഏതാണെന്ന് അറിയോ? അത് JRD ടാറ്റ സ്ഥാപിച്ച ടാറ്റ എയർ സർവീസ് ആയിരുന്നു. ഇവരാണ് രാജ്യത്തെ വ്യോമയാന വ്യവസായത്തിന്, അതായത് എയർലൈൻ ഇൻഡസ്ട്രിക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം 1950കളിൽ രാജ്യത്തുടനീളം സർവീസ് നടത്തിയിരുന്ന നിരവധി ചെറുകിട എയർലൈനുകളുടെ ആസ്ഥാനമായിരുന്നു ഇന്ത്യ. 1953 എല്ലാ പ്രധാനപ്പെട്ട എയർലൈനുകളുടെയും നിയന്ത്രണം ഏറ്റെടുത്ത് ഏവിയേഷൻ സെക്ടർ സ്വദേശവൽക്കരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ 1970കളിലെ യുദ്ധവും രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും ഒക്കെ കാരണം എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസിനും ആ കാലം വളരെ വെല്ലുവിളി നിറഞ്ഞ സമയമായിരുന്നു. കാരണം ഇവർക്ക് ലാഭകരമല്ലാത്ത നിരവധി റൂട്ടുകളിൽ പറക്കേണ്ടതായിട്ട് വന്നു ആ സമയത്ത്. 1990കളിൽ ഇന്ത്യൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൊടുമുടിയിലെത്തിയ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഈ മേഖലയിലെ റെഗുലേഷൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുകയും സ്വകാര്യ എയർലൈനുകളെ വീണ്ടും പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു. 94 എയർലൈനുകളുടെ രൂപീകരണത്തെ നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യ റദ്ദാക്കുകയും ഷെഡ്യൂൾഡ് പ്രൈവറ്റ് എയർലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി നിരവധി എയർലൈൻ കമ്പനികളുടെ ഉയർച്ചയും തകർച്ചയും കണ്ടു. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 13 എയർലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജൂലൈയിലെ കണക്കനുസരിച്ച് ഇൻഡിഗോക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ. വിസ്താര 2ാം സ്ഥാനത്തും എയർ ഇന്ത്യ 3ാം സ്ഥാനത്തുമാണ്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡിഗോ വിമാനങ്ങളുടെ കമ്പനിയായ ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ ക്വാർട്ടർലി റിസൾട്ട്സ് കാണാം. 2019 ഡിസംബറിലും 2021 ഡിസംബറിലും ഒഴികെ 2019 സെപ്റ്റംബർ മുതൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പനി നെറ്റ് ലോസ് ഡിക്ലെയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇനി എയർ ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ കാണുന്നത് പോലെ കഴിഞ്ഞ 7 വർഷമായി എയർ ഇന്ത്യക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായത്. ഈ 2 കമ്പനികൾ മാത്രമല്ല, മിക്കവാറും എല്ലാ എയർലൈനുകളും മുൻകാലങ്ങളിൽ നഷ്ടം നേരിട്ടിട്ടുണ്ട്. 2019, 2020, 2021 വർഷങ്ങളിലായിട്ട് സ്പൈസ് ജെറ്റും നഷ്ടം നേരിട്ടിട്ടുണ്ട്. ഇൻഡിഗോക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് എയർലൈൻ ഇൻഡസ്ട്രി ഏതൊക്കെ വഴി എങ്ങനെയൊക്കെയാണ് പണം സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടി വരും. എയർലൈൻ ഇൻഡസ്ട്രിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ ഇവയൊക്കെയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് സെയിൽസ്, ഒരു എയർലൈൻ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടിക്കറ്റ് സെയിൽസ് തന്നെയാണ്. അടുത്തത് കാർഗോ സർവീസസ്.
ഇവരുടെ കാർഗോ പ്ലെയിൻസ് വഴിയോ പാസഞ്ചർ പ്ലെയിൻസ് വഴിയോ സാധനങ്ങളും പാക്കേജുകളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഇവർ പണം സമ്പാദിക്കുന്നുണ്ട്. പിന്നെ വിമാനത്തിനുള്ളിലെ ഫുഡ് ആൻഡ് ബെവറേജ് സെയിൽസ്. പല എയർലൈനുകളും വിമാനത്തിൽ ഭക്ഷണവും പാനീയങ്ങളും വിൽക്കുകയും അതുവഴി അധിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ബാഗേജ് ഫീസ്, സീറ്റ് അപ്ഗ്രേഡ്സ്, ഇൻഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങിയ അനുബന്ധ സേവനങ്ങൾ ഇവയൊക്കെ വഴിയും എയർലൈൻസ് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് എയർലൈൻസ് നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് എയർലൈൻ ഇൻഡസ്ട്രി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. അതായത് കമ്പനി വിമാനങ്ങൾക്കായിട്ട് ധാരാളം പണം ചെലവഴിക്കേണ്ടതുണ്ട്. കാരണം അവ വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഇൻഡസ്ട്രി ഹൈലി ലെവറേജ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കടം ഉണ്ട്. ഇതുകൂടാതെ ഇവരുടെ പ്രോഫിറ്റ് മാർജിൻസ് വളരെ കുറവാണ്. മാത്രമല്ല ഇവരുടെ ബിസിനസ്സിന് ഉയർന്ന ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റുകളാണ് ഉള്ളത്. എന്താണ് ഇത് രണ്ടും എന്ന് പറയാം. ഇവിടെ ഫിക്സഡ് കോസ്റ്റിൽ ഇൻഷുറൻസ്, വാടക, സാലറി, നികുതികൾ, മറ്റു ഫീസുകൾ, ലൈസൻസുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും വലിയ വേരിയബിൾ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഫ്യൂവൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അവർക്കുണ്ടാകുന്ന എക്സ്പെൻസ് ആണ്. അതായത് ഫിക്സഡ് ആണിത്. വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് മാറിയേക്കാവുന്ന, അതായത് വേരി ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. ആദ്യം നമുക്ക് ഇന്ധന ചെലവിനെ കുറിച്ച് സംസാരിക്കാം. ഫ്യൂവൽ കോസ്റ്റ്. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ഒരു എയർലൈൻ കമ്പനിയുടെ മൊത്തം ചെലവിൻ്റെ 30 മുതൽ 40% വരെയാണ്. ഇന്ധന ചെലവ് 3 ഘട്ടങ്ങളായി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് ഡിപ്പാർച്ചേഴ്സ്, വിൽപ്പനയിലെ ആവറേജ് ഫ്യൂവൽ പ്രൈസ്, ഓരോ ഡിപ്പാർച്ചറിലും ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ അളവ്. ഇത് മൂന്നുമാണ് അത്. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെ വിലയിലുള്ള കുതിച്ചു ചാട്ടവും ശോഷിച്ച രൂപയുടെ എഫക്റ്റും കാരണം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എയർലൈൻ ഇൻഡസ്ട്രിയുടെ മൊത്തം നഷ്ടം ഫിനാൻഷ്യൽ ഇയർ 2023 15,000 മുതൽ 17,000 കോടി രൂപയുടെ റേഞ്ചിൽ ആയിരിക്കുമെന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ATFന്, അതായത് ഈ ഇന്ധനത്തിന് നികുതി ബാധകമാണ്. ഈ ടാക്സ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് 15 മുതൽ 30% വരെ വരും. ഇത് ഫ്യൂവൽ കോസ്റ്റ് പിന്നെയും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം മുതൽ ATFന്റെ വില ഏകദേശം ഇരട്ടിയായി. യുദ്ധം കാരണം ഓയിൽ വിതരണം കുറഞ്ഞു. ഇത് എണ്ണ വില ഉയരാനും ജെറ്റ് ഫ്യൂവലിന്റെ വില വർദ്ധിക്കുന്നതിനും കാരണമായി. കൂടാതെ പ്രധാന എണ്ണ ഉൽപ്പാദകരിൽ ഒരാളായ റഷ്യയിൽ ചില രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് വിതരണത്തിൽ കുറവ് വരുത്തുന്നതിലും എണ്ണയുടെയും ജെറ്റ് ഫ്യൂവലിന്റെയും വില വർദ്ധിക്കുന്നതിനും മറ്റൊരു കാരണം കൂടെയായി. 2022 മെയ് മാസത്തിലെ ATF ചെലവെന്ന് പറയുന്നത് മുംബൈയിൽ 1 കിലോ ലിറ്ററിന് 1,11,847.11 രൂപയും അതുപോലെ കൊൽക്കത്തയിൽ 1 കിലോ ലിറ്ററിന് 1,27,854.6 രൂപയും ചെന്നൈയിൽ 1 കിലോ ലിറ്ററിന് 1,27,286.13 രൂപയുമായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇൻഡിഗോയുടെ Q2 ഫിനാൻഷ്യൽ ഇയർ 23 ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് വരുമാനത്തിന്റെ 50%. സ്റ്റാറ്റിസ്റ്റ പറയുന്നതനുസരിച്ച് ഒരു എയർലൈൻ കമ്പനിയുടെ അടുത്ത പ്രധാന ചെലവ് എയർക്രാഫ്റ്റ് ഓണർഷിപ്പ് കോസ്റ്റ് ആണ്. അതായത് വിമാനത്തിന്റെ ഉടമസ്ഥാവകാശ ചെലവ്. എയർലൈൻ കമ്പനികളുടെ ആസ്തികളിൽ ഭൂരിഭാഗവും പാട്ടത്തിനെടുത്തുണ്ടാക്കുന്നതാണ്. അതായത് ഈ കാണുന്ന വിമാനങ്ങളൊക്കെ എയർലൈൻ കമ്പനിയുടെ സ്വന്തമൊന്നുമല്ല, എല്ലാം ലീസിന് എടുത്തിരിക്കുന്നതാണ്. അതിനാൽ എയർലൈൻ കമ്പനികൾ ഇത് ഏത് കമ്പനിയിൽ നിന്നാണോ ലീസിന് എടുത്തത് ആ കമ്പനികൾക്ക് വാടക, അതായത് ലീസ് റെന്റ് നൽകണം. ഈ എയർക്രാഫ്റ്റ് ഓണർഷിപ്പ് കോസ്റ്റിൽ വിമാനത്തിന്റെയും എഞ്ചിന്റെയും വാടകയും വിമാനങ്ങളുടെ മെയിൻ്റനൻസ് കോസ്റ്റും അതിന്റെ ഡിപ്രിസിയേഷൻ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിഗോയുടെ എയർക്രാഫ്റ്റ് ഓണർഷിപ്പ് കോസ്റ്റ് അതിന്റെ മൊത്തം ചെലവുകളുടെ ഒരു പ്രധാന ഭാഗമാണ്. മാത്രമല്ല അതിന്റെ മൊത്തം വരുമാനത്തിന്റെ 25% വരും ഈ തുക. ഇനി ഒരു എയർലൈൻ കമ്പനിയുടെ അടുത്ത പ്രധാന ചെലവെന്ന് പറയുന്നത് എയർപോർട്ട് ചാർജസ് ആണ്. ഒരു എയർലൈൻ കമ്പനിക്ക് എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിന് ലൈക്ക് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, പിന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് എന്നിവർക്ക് എയർക്രാഫ്റ്റ് ലാൻഡിംഗ്, പാർക്കിംഗ്, റൂട്ട് ആൻഡ് ടെർമിനൽ നാവിഗേഷൻ, ഫ്യൂവൽ, റോയൽറ്റി എന്നിവക്കായിട്ട് ചാർജുകൾ നൽകണം. വിമാനം എത്രത്തോളം വലുതും ഭാരം കൂടിയതുമാണോ ചാർജസും അത്രത്തോളം കൂടുതലായിരിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എയർപോർട്ട് ഫീസും ഒരു കമ്പനിയുടെ എക്സ്പെൻസുകളുടെ ഒരു പ്രധാന ഘടകമാണ് എന്ന്. ഇനി ലേബർ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റ് എന്നത് ഒരു എയർലൈൻ കമ്പനിയുടെ എക്സ്പെൻസിൽ മറ്റൊരു പ്രധാന ഭാഗമാണ്. ഒരു തൊഴിലുടമ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന സാലറി, മറ്റ് ആനുകൂല്യങ്ങൾ, പേറോൾ, ടാക്സുകൾ എന്നിവയുടെ ആകെത്തുകയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് പൈലറ്റുകൾ, ഫ്ലൈറ്റ് അറ്റൻഡൻസ്, മറ്റു സ്പെഷ്യൽ ഓഫീസേഴ്സ് എന്നിവരെ ട്രെയിൻ ചെയ്യുക, നിലനിർത്തുക, ഇതിനൊക്കെ വേണ്ടിയുള്ള എക്സ്പെൻസസ് കാരണം എയർലൈൻ ഇൻഡസ്ട്രിയിലെ എംപ്ലോയി കോസ്റ്റ് വളരെ കൂടുതലാണ്. ഉയർന്ന എംപ്ലോയി കോസ്റ്റിലേക്ക് നയിച്ച മറ്റു ഘടകങ്ങൾ വർദ്ധിച്ചു വരുന്ന ആനുകൂല്യങ്ങളുടെ വിലയും ഗ്ലോബൽ ലേബർ മാർക്കറ്റിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരെ ആകർഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി ഉൾപ്പെടുന്നതാണ്.
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 2022 ഇൻഡിഗോയുടെ എംപ്ലോയി കോസ്റ്റ് ഏകദേശം 31,516.78 മില്യൺ രൂപയാണ്. അതായത് മൊത്തം എക്സ്പെൻസിന്റെ 10%. ട്രാവൽ ആൻഡ് കൺവെയൻസ്, അക്കോമഡേഷൻ, ഇൻഷുറൻസ് മുതലായ മറ്റു ചെലവുകളും ഒരു എയർലൈൻ കമ്പനി ഇൻക്യൂർ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു എയർലൈൻ കമ്പനി അതിന്റെ വരുമാനത്തിന്റെ 11% വരെ ഈ കാറ്റഗറിയിൽ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഇവിടെ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇനി ഒരു എയർലൈൻ കമ്പനിക്കുള്ള മറ്റു ചില പ്രധാന ചെലവുകൾ കൂടി നമുക്ക് നോക്കാം. എയർക്രാഫ്റ്റ് ലീസസ് ആൻഡ് മെയിൻ്റനൻസ് പോലുള്ള ഉയർന്ന ഫിക്സഡ് കോസ്റ്റ് ആണ് എയർലൈൻസിനുള്ളത്. കൂടാതെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ സാലറീസ്, എയർപോർട്ട് ഫീസ് ആൻഡ് ചാർജസ് എന്നിവയും നൽകണം. ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ് ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ചെലവുകൾ വഹിക്കുന്നതിന് ലോണുകളും ബോണ്ടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് കടം അവർക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. ഇത് അവരുടെ ഡെറ്റ് ലെവൽസ് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല മിക്ക എയർലൈൻ കമ്പനികളും നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഷോർട്ട് ടേം ഡെറ്റ്സ് എടുത്താണ് അവർ അവരുടെ ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കുന്നത്. COVID-19 സാഹചര്യത്തിൽ ഇത് കൂടുതൽ വഷളാവുകയുണ്ടായി. അതുകൊണ്ട് ഈ കമ്പനികളുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് സാധാരണയായിട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതും അവരുടെ എക്സ്പെൻസസിന്റെ ഒരു മേജർ പാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇൻഡിഗോയുടെ ഫിനാൻസ് കോസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2022 ഏകദേശം 23,580.15 മില്യൺ രൂപയാണ്. എയർലൈൻ ഇൻഡസ്ട്രിയിലെ കമ്പനികളെ ബാധിക്കുന്ന മറ്റു ചില ചിലവുകൾ ഗവൺമെന്റ് റെഗുലേഷൻസ്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ റെഗുലേഷൻസ്, വിദേശ നിക്ഷേപങ്ങൾക്കായുള്ള RBI അപ്രൂവൽസ്, US ഡോളറിനെതിരെ രൂപയുടെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ, എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സ്ഥാപിക്കുന്നതിനുള്ള കാലതാമസം, എയർക്രാഫ്റ്റ് ബാനുകൾ, പിന്നെ മറ്റ് അനുബന്ധ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് ഇതൊക്കെ ഉൾപ്പെടും. ഇനി ഒരു എയർലൈൻ കമ്പനിയുടെ വരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റു 2 പ്രധാന ഘടകങ്ങൾ കൂടിയുണ്ട്. അതുകൂടി എന്തൊക്കെയാണ് നമ്മൾ പറയാം. അതിൽ ആദ്യത്തേത് കടുത്ത കോമ്പറ്റീഷൻ ആണ്. എയർലൈൻ ഇൻഡസ്ട്രി വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടും ഉയർന്ന ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ടായിട്ടും പല എയർലൈൻസും മറ്റു ഓപ്പറേറ്റേഴ്സിൽ നിന്ന് തീവ്രമായിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഈ ഓപ്പറേറ്റേഴ്സ് ഭൂരിഭാഗവും ലോ കോസ്റ്റ് കാരിയേഴ്സ് ആണ്. ലോ കോസ്റ്റ് കാരിയേഴ്സ് ട്രഡീഷണൽ കാരിയേഴ്സിനേക്കാൾ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മറ്റു എയർലൈൻസിനെ കോമ്പറ്റീറ്റീവ് ആയിട്ട് തുടരാനായിട്ട് വില കുറക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് എയർലൈൻസിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുകയും ഇൻഡസ്ട്രിയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു എയർലൈൻ കമ്പനിയുടെ വരുമാനത്തെ ബാധിക്കുന്ന അവസാനത്തെ പ്രധാന ഫാക്ടർ എന്താണെന്ന് കൂടി നമുക്ക് സംസാരിക്കാം. അത് ഡിമാൻഡ് ഷോക്കാണ്. ഡിമാൻഡ് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ട്രാവലിലെ പെട്ടെന്നുണ്ടാകുന്നതും മുൻകൂട്ടി പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള മാറ്റങ്ങളെ പറയുന്ന പേരാണ്. സാമ്പത്തിക മാന്ദ്യം, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ ഷോക്കിന് കാരണമായേക്കാം. നിങ്ങൾ അമേരിക്കയിലെ 9/11 അറ്റാക്ക് ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ 11 ആക്രമണം എന്ന് പറയും. 9/11 ശേഷം കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് ദിവസങ്ങളോളം നിർത്തിവെക്കുകയുണ്ടായി. വിമാനത്തിൽ യാത്ര ചെയ്യാൻ ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി. യാത്രക്കാർ ഫ്ലൈ ചെയ്യാൻ വിമുക്തത കാണിക്കുകയും ഈ ഭയം മറികടക്കാൻ ഏകദേശം 2 വർഷത്തോളം എടുക്കുകയും ചെയ്തു. മാത്രമല്ല ആക്രമണവും റിസഷനും ഒക്കെ കാരണം ബിസിനസ് ട്രാവൽ ഡിമാൻഡ് കുറയുകയും ചെയ്തു. ഇക്കാരണം കൊണ്ടൊക്കെ US എയർലൈൻസിന് 2001 $8 ബില്യൺ ആണ് നഷ്ടപ്പെട്ടത്. 2006 വരെ ഇൻഡസ്ട്രിക്ക് വീണ്ടും പ്രോഫിറ്റബിൾ ആകാൻ സാധിച്ചതുമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എന്നാൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ COVID-19 പാൻഡമിക് വന്നപ്പോൾ തന്നെയാണ് ഉണ്ടായത്. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എയർലൈൻ ഇൻഡസ്ട്രിയെ വളരെ വലിയ തോതിൽ ബാധിക്കുകയുണ്ടായി. അവരുടെ വരുമാനത്തെയും ഇത് വളരെയധികം എഫക്റ്റ് ചെയ്തു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ COVID-19 സമയത്ത് ഗ്ലോബൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ വരുമാനം 55.6% കുറഞ്ഞു എന്ന് കാണാം. അത് ചെറിയൊരു കണക്കല്ല. ഗ്ലോബലി യാത്രക്കാരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. 2020 2019 അപേക്ഷിച്ച് ട്രാവലിംഗ് പാസഞ്ചേഴ്സിൽ ഏകദേശം 60% ഇടിവുണ്ടായി. എയർലൈൻ കമ്പനികൾക്ക് ഓൾറെഡി വലിയ കടങ്ങളുണ്ട്. ഈ ആഘാതങ്ങളൊക്കെ അവരെ ഈ വായ്പകൾ തിരിച്ചടക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. ഇതും അവരെ നഷ്ടത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2011 മുതൽ മാർച്ച് 2022 വരെ ഇൻഡിഗോയുടെ വരുമാനവും ചെലവും ഏതാണ്ട് ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനർത്ഥം ചെലവുകൾ കുറക്കുന്നത് ഒരുതരം വെല്ലുവിളിയാണെന്നാണ്. അതുകൊണ്ടാണ് മിക്ക എയർലൈനുകളും നഷ്ടം നേടുന്നത് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലാഭം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇനി പറയുന്ന കാരണങ്ങളാണ് എയർലൈൻ നഷ്ടത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രധാന റീസൺസ് എന്ന് പറയാം. നമ്പർ 1 ഫ്യൂവൽ ആൻഡ് എക്യുപ്മെന്റ്സ് തുടങ്ങിയ ഉയർന്ന വേരിയബിൾ കോസ്റ്റ്. നമ്പർ 2 സാലറീസ്, ഇൻഷുറൻസ്, ടാക്സസ്, ഫീസ്, ലൈസൻസ് എന്നിവ പോലുള്ള ഉയർന്ന ഫിക്സഡ് കോസ്റ്റുകൾ. നമ്പർ 3 എയർക്രാഫ്റ്റ് ആൻഡ് എഞ്ചിൻ റെന്റൽസ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഉൾപ്പെടെയുള്ള ഉയർന്ന എയർക്രാഫ്റ്റ് ഓണർഷിപ്പ് കോസ്റ്റ്. നമ്പർ 4 പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസിന്റെ എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കേണ്ട ഉയർന്ന എയർപോർട്ട് ചാർജുകൾ. ആൻഡ് നമ്പർ 5 ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി ആയതുകൊണ്ടുള്ള ഉയർന്ന ഫിനാൻസ് കോസ്റ്റ്. ഇനി 6ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കാരണങ്ങൾക്ക് പുറമെയുള്ള കമ്പനിയുടെ വരുമാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് റെഗുലേഷൻസ്. നമ്പർ 7 എയർലൈൻസ് ഇൻഡസ്ട്രിയിലെ കടുത്ത കോമ്പറ്റീഷനും പിന്നെ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ മൂലമുണ്ടാകുന്ന ഡിമാൻഡ് ഷോക്കുകൾ.
എയർലൈൻ പബ്ലിക്കിന് ഒരു എസെൻഷ്യൽ സർവീസ് നൽകുന്നവരാണ്. പക്ഷേ വിജയകരവും ലാഭകരവുമായിട്ടുള്ള ഒരു എയർലൈൻ ആകുന്നത് നിരവധി തടസ്സങ്ങളുള്ള ഒരു കാര്യമാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ. ഈ തടസ്സങ്ങൾക്കിടയിലും ചില എയർലൈൻസ് സ്ഥിരമായിട്ട് ലാഭം നിലനിർത്താൻ കഴിഞ്ഞവരുമാണ്. എന്നാൽ മിക്ക എയർലൈനുകളും എയർലൈൻ ഇൻഡസ്ട്രിയിൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ കോണ്ടന്റുകൾ ലഭിക്കാൻ വേണ്ടി ഗ്രോ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളുണ്ടെങ്കിൽ, അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടി കൺസിഡർ ചെയ്ത് പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.